ഇപ്പം നമ്മൾ ഈ വ്ളോഗിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലർ പറയും കുട്ടികൾ ഇപ്പോൾ പാപ്പും ആൻറ്റിയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ വ്ളോഗ്. അപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇതിപ്പം നമ്മുടെ കുട്ടികളെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മൾ ഇല്ല കുട്ടികളുടേതായിട്ടൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചിലപ്പം തോന്നാറുണ്ടോ കുഞ്ഞ് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവരും തിരിച്ചറിയുമായിരിക്കും അല്ലേ, പാപ്പു അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ഒരു മാനസികസ്ഥയിൽ അവൾ എങ്ങനെയായിരിക്കും അത് എടുക്കുക? കാരണം ഒരു കുഞ്ഞൊരു സ്റ്റാർഡം വരെയാണ് അതിന്റെ കൂട്ടത്തിൽ അല്ലേ. പാപ്പു ആൻഡ് ഗ്രാൻഡ്മയുടെ തുടക്കം സമയങ്ങളിലാണ്. ഇപ്പൊ പാപ്പു ഒരുപാടധികം വ്ളോഗ്സിൽ വരാറില്ല. ഇപ്പൊ പഠിത്തം സ്കൂൾ അന്നെന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞു കുട്ടിയായിരുന്നു. ഇപ്പോ പഠിത്തത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. 7th ഗ്രേഡിലായി. മാത്രല്ല നമ്മൾ അവളെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടികൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് അന്ന് അവക്ക് ഞങ്ങള് ക്യാമറ കൊണ്ട് വരുമ്പോ അവള് സ്വന്തമായിട്ട് വന്ന് ചെയ്യുമായിരുന്നു. നമ്മള് വീട്ടിലിരുന്ന് ഗെയിം കളിക്കുമ്പോ എന്നെയും കൂട്ടണം എന്ന് പിള്ളേര് പറയുന്ന സീനില് അതുപോലെയായിരുന്നു നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഷീ വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. ഇപ്പൊ പുള്ളിക്കാരിക്ക് വരാൻ താല്പര്യമുള്ളതിൽ ഇപ്പൊ എന്റെ വീഡിയോസിലൊക്കെ ചിലതിൽ വരാറുണ്ട്. അവക്ക് താല്പര്യമുള്ളതിൽ അവള് വരും. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. കാരണം അവരുടെ ഒരു സ്നേഹവും. അപ്പം എനിക്കെപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള 4 പെണ്ണുങ്ങൾ, അടൂർ സാറിൻ്റെ സിനിമയുടെ പേരൊക്കെ പോലെ. കാരണം നിങ്ങൾ പരസ്പരമുള്ളൊരു ബോണ്ടിങ് പറയാതിരിക്കാൻ വയ്യ അമൃത. കാരണം അത് നമുക്കിപ്പം നമ്മൾ വർഷങ്ങളായിട്ട് തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും അത് ഫേക്കാണോ അല്ലയോ എന്നുള്ളത്. കാരണം ആൻറ്റി ആയാലും പാപ്പു ആയാലും നിങ്ങൾ 4 പേരും പരസ്പര പൂരകങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് നിങ്ങൾ. ഞങ്ങളിങ്ങനെ ഒന്നിച്ച് വെച്ചിരുന്ന ആളായിരുന്നു ഞങ്ങൾ അച്ഛൻ. അപ്പം അച്ഛനില്ലാതായപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ക്ഷീണമായത്. അല്ലെങ്കിൽ അച്ഛനാണ് ഞങ്ങൾ 4 പേര് ഇങ്ങനെ പിടിച്ച് മാൻ ഓഫ് ദി ഹോം എന്ന് പറയല്ലേ, അങ്ങനത്തെ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾ അച്ഛനെ ശരിക്കും പറഞ്ഞാൽ എന്നും ഓർത്ത് സന്തോഷിക്കാനും അഭിമാനിക്കാനും ഉള്ള സ്ത്രീകളാണ് അച്ഛൻ്റെ കൂടെയുള്ള 4 പേരും. അതെ മോളും ആയാലും അത്രയും ഒരു ബോണ്ടിങ് ഭയങ്കര രസമാണ് നിങ്ങളുടെ. അത് ഈ കുഞ്ഞു സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആൻറ്റി ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആൻറ്റിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് അല്ലേ. അപ്പൊ നമ്മുടെ മക്കളായോണ്ടെന്നല്ല, എല്ലാവരോടും ആൻറ്റി ഭയങ്കര. അമ്മയ്ക്ക് ഒരുപാട് മക്കളുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് ഇത്ര മക്കള്, ഞങ്ങള് ഇടയ്ക്കൊരു കുശുമ്പൊക്കെ ആവാന്ന്. പിന്നെ പറഞ്ഞ ഉദ്ദേശം ഞങ്ങളെ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരുമിച്ച് അതെ, അതാണ് അതിന്റെ ഒരു ബേസിക് സാധനം. നമ്മള് വഴക്കിടും, നമ്മള് വഴക്കില്ലാതെ ഇരിക്കില്ല. വേറെ മനുഷ്യരല്ലേ എല്ലാരും. നല്ല വഴക്കിടും. അതുപോലെ ഞങ്ങൾ ആരെങ്കിലും ഒരാളെ തൊട്ടാ കാടളകും എന്ന് പറയുന്നുണ്ട്. അല്ല, അത് ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അമൃതയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ സംസാരിക്കണം ഞാൻ ഇവളെ വിളിച്ചു, എന്റെ പൊന്നബി ഒന്ന് അടങ്ങ്. ഇല്ല ചേച്ചി, പറ്റില്ല ചേച്ചി. എനിക്ക് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരാകുമ്പം നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഇല്ല. നമ്മളെ പറ്റി ഒരു തെറ്റായ കാര്യം പ്രചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്ന് സംസാരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കാലങ്ങൾ കൂടെ ദൃശ്യം സിനിമയിലെ പോലെ കുറെ വട്ടം ഒരു ഡേറ്റ് പറഞ്ഞാൽ നമ്മളതങ്ങ് വിശ്വസിച്ചു തുടങ്ങും. അപ്പം ഈ കോൺട്രവേഴ്സീസിൽ കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺട്രവേഴ്സിൽ ഉള്ളതാണെന്ന് വിചാരിക്കും. അപ്പൊ ചേച്ചിയോ മിണ്ടുന്നില്ല, ഞാനെങ്കിലും വന്നാലോ ഇങ്ങനെയൊന്നും അല്ല ഹേ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, എനിക്ക് അമൃതയെ കാണുമ്പോൾ ഇത്രയൊക്കെ സംസാരിക്കുമെന്ന് തന്നെ അതിശയം. എന്റെ പേഴ്സണൽ ഗുണ്ടയാണ്. അതെ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓൺലി ഫോർ പാപ്പു, അമ്മ, ചേച്ചി, ചുഡുനും വേണമെങ്കിൽ. അതൊരു വീട്ടിലൊരു പട്ടിയുണ്ട് ചേച്ചി. അവൻ പട്ടിയാന്ന് പോലും നമുക്ക് തോന്നില്ല. അവൻ കയറി പെട്ടി കിടക്കുക, അമ്മ നിലത്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അവന്റെ പേരാണ് ചുഡു. ബഗീര. പക്ഷെ ആള് ഭയങ്കര ഇങ്ങനെ നടക്കും. അവന് ഇപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ ഏർപ്പാടാക്കിയിട്ട് പോയ ആളാണ്. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മറ്റേ കമന്റ്സ് ഇങ്ങനെ വായിക്കുമ്പോൾ കുറെ പേര് എഴുതിയിട്ടുണ്ട് അമൃത ശരിക്കും മൂത്തതാണെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അഭിയാണേലും അവരുടെ ഒരു കുട്ടി പെണ്ണാണ്. അഭിയാണ് കുറച്ചുകൂടെ എല്ലാം ഭയങ്കര ആലോചിച്ച് തിങ്ക് ചെയ്ത്. അങ്ങനെയാണോ? ഭയങ്കരമായിട്ട് അഭിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ഭയങ്കര പെട്ടെന്ന് കരയും. അതൊക്കെ സങ്കടം, എന്റെ എല്ലാ ഇമോഷൻസും പീക്കിൽ ചേച്ചി. അത് എന്താണെങ്കിലും ദേഷ്യം വന്നാൽ നല്ല ദേഷ്യം ഉണ്ടാവും, വിഷമം വന്നാൽ നല്ല വിഷമം. എനിക്ക് ഒരു നോർമൽ ഫ്രീക്വൻസി ഇല്ല. വെരി ഹൈ ഫ്രീക്വൻസി പേഴ്സൺ. അപ്പം ഇവളാണ് വീട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആദ്യം റിയാക്ട് ചെയ്യണ ആളും ആദ്യം എഫക്റ്റ് ആവണ ആളും. നമ്മൾ വിചാരിക്കും ഭയങ്കര സ്ട്രോങ്, പക്ഷെ ആൾ ഉള്ളുകൊണ്ട് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. ഹൃദയമാണ്. അതെ, എന്നാ നമ്മള് പെട്ടെന്ന് മുറിഞ്ഞ അങ്ങനെയാണ്.